ഹലോ ഫ്രണ്ട്സ്, മീഷോയിൽ നിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിക്കാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സാരി വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. 2 സാരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ആദ്യത്തെ സാരി നോക്കാം കേട്ടോ. ഇതൊരു ലിനൻ കോട്ടൺ സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സാരി വാങ്ങിച്ചേക്കുന്നത്. എനിക്ക് സ്ട്രൈപ്സും ലൈൻസ് അങ്ങനത്തെയൊക്കെ വരുന്ന സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവെ അധികം സാരി എടുക്കാത്ത ആളായതുകൊണ്ട് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സാരികളൊന്നും അധികം വാങ്ങിച്ചിട്ടില്ല. ഉമ്മച്ചിക്കായാലും ഓൺലൈനായിട്ട് അങ്ങനെ സാരികളൊക്കെ വാങ്ങിക്കൽ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ മീഷോയിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുറേ സാരികൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ലിനൻ കോട്ടൺ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സാരീനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സാരിയായിരുന്നു. നമ്മൾ ഈ ബാംഗ്ലൂർ സ്റ്റൈല്, ഈ ഒരു അജ്രക് മോഡൽ സാരീസില്ലേ, അതിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ എന്നറിയില്ല. ഞാൻ കൂടുതലും അങ്ങനെ ആ ഒരു ടൈപ്പ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സാരിയാണ് കണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ലിനൻ കോട്ടൺ എന്നുള്ളത് ഭയങ്കര ഒരു ഐഡിയ ഉള്ളൊരു മെറ്റീരിയൽ അല്ല കേട്ടോ. ആക്ച്വലി ഇതെനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് അതത്ര ലിനൻ ടൈപ്പ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം കുറച്ച് നിഴലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു മെറ്റീരിയൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ കാണാനാണെങ്കിൽ അത്ര നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു നമുക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ തരുന്ന ടൈപ്പ് സാരി ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ ആയിരുന്നു കേട്ടോ ഈ ഒരു സാരി. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ അങ്ങനെ നിവർത്തി കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ എൻ്റെ മദറിനെ കൂടെ കാണിച്ചിട്ട് അത് ഉമ്മച്ചിക്കും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളിത് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് റിട്ടേൺ ചെയ്യാൻ വെച്ചേക്കണോണ്ടാണ് ഈ ഒരു സാരി ഞാൻ മൊത്തത്തിൽ നിവർത്തി കാണിക്കാത്തത് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു മെറ്റീരിയലിനെ കുറിച്ച് അധികം ബോധേഡാവാതെ സാരിയുടെ ലുക്ക് മാത്രം നോക്കി വന്നവർ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ചോയ്സാണ് കേട്ടോ ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഈ ഒരു സാരിയുടെ ഏറ്റവും ഔട്ടർ ബോർഡറായിട്ട് വരുന്നത് ഒരു ഗോൾഡൻ കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറ് പിന്നെ ഒരു മെറൂൺ ടൈപ്പ് കളർ കേട്ടോ. ഇങ്ങനെ ഒരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബോർഡറാണ് ഈ ഒരു സാരിക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ മുന്താണി വരുന്നത് ഒരു ബ്ലാക്കിൽ മാംഗോ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ്. ബ്ലൗസ് പീസും വരുന്നുണ്ട്. അത് ഈ ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറിൽ തന്നെ നേരത്തെ കണ്ട ഒരു ഡിസൈനാണ് കേട്ടോ. ഒരു പ്രിൻറ്റ്, ഒരു സ്ട്രൈപ്സ് പ്രിൻ്റ് അല്ല, ഇതാ ഈ ഒരു പ്രിൻ്റാണ് ബ്ലൗസായിട്ട് വരുന്നത്. മുന്താണിയിൽ വരുന്നത് മാംഗോ ഡിസൈൻ അല്ല കേട്ടോ. നമ്മൾ താഴെ ബോർഡറിൽ കാണുന്ന ഒരു ബ്ലാക്ക് പ്രിൻറ്റിൽ വരുന്നില്ലേ, ആ ഒരു ഡിസൈൻ തന്നെയാണ് മുന്താണിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നത് 593 രൂപയായിരുന്നു കേട്ടോ. പിന്നെ സാരി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയിൽ കാണുന്നേക്കാട്ടി കുറച്ചൊന്ന് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ. അത്ര ഇതിലിപ്പോൾ ബ്ലാക്ക് കളറൊക്കെ നല്ല എടുത്ത് നല്ല ഡാർക്കായിട്ട് കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ. പക്ഷേ ഇതൊരു അത്ര ഡാർക്ക് ഷാർപ്പൻ കളറല്ല, ഒന്ന് കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് കളർ വരുന്നത്. നമുക്ക് ഓഫീസിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഹൈയിടാതെ സ്റ്റൈലിഷ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാരി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് കോഡ് അയച്ചു തരാം കേട്ടോ.